ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്ലിറ്റർ ട്യൂബ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഹെയർ ബാൻഡ് ഉണ്ടാക്കുക എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഫീസൊന്നും കൊടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഹെയർ ബോ മേക്കിംഗ് ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ആവശ്യമെന്ന് പറഞ്ഞാൽ മതി, അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗ്ലിറ്റർ ട്യൂബ് ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയുള്ള വയർ ഹെയർ ബാൻഡാണ് കേട്ടോ. വയർ ഹെയർ ബാൻഡിലാണ് ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ വേണ്ടത് ഇങ്ങനത്തെ എൻഡ് ടാപ്പാണ്. എൻഡ് ടാപ്പാണ് നമുക്ക് വയർ ഹെയർ ബാൻഡിന് എൻഡിൽ ഒട്ടിക്കാൻ ഉപയോഗിക്കേണ്ടത്. എൻഡ് ബീഡ്സ് ഉപയോഗിക്കാം, പക്ഷേ എൻഡ് ബീഡ്സിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് എൻഡ് ടാപ്പ്. ഇനി നമുക്ക് എൻഡ് ടാപ്പ് ഇത്ര അളവിൽ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ സ്റ്റിക്കർ പറിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്റ്റിക്കർ പറിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് വയർ ഹെയർ ബാൻഡിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായി ഒട്ടി നിൽക്കും കേട്ടോ. ശ്രദ്ധിച്ച് ഒട്ടിക്കണം. ഒരു പ്രാവശ്യം ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ഒട്ടിക്കണം കേട്ടോ. ഇനി നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് വയർ ഹെയർ ബാൻഡിലേക്ക് മേക്ക് ചെയ്ത് കാണിച്ചു തരാം. ഒരു സൈഡിൽ മാത്രമേ എൻഡ് ടാപ്പ് ഒട്ടിച്ചിട്ടുള്ളൂ. മറ്റേ സൈഡിലൂടെ നമുക്കിങ്ങനെ ഗ്ലിറ്റർ ട്യൂബ് ഇട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതേ രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പുറത്തെ വശത്തും നമുക്ക് എൻഡ് ടാപ്പ് അതേപോലെ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും സിമ്പിളാണ്. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ഹെയർ ബോ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഫസ്റ്റ് നോക്കുക കേട്ടോ. വീഡിയോ കാണുന്നതിനിടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. ഇപ്പം നമ്മളെ വയർ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ. മെറ്റീരിയൽസൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു മോഡൽ ഗ്ലിറ്റർ ഹെയർ ബാൻഡ് ഉണ്ടാക്കി കാണിച്ചു തരാം. അതിന് വേണ്ടി എൻഡ് ടാപ്പ് എടുത്തിട്ടുണ്ട്, വയർ ഹെയർ ബാൻഡും എടുത്തിട്ടുണ്ട്. ഇത്ര അളവിൽ എൻഡ് ടാപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ കളറിലുള്ള ഗ്ലിറ്റർ ട്യൂബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവ് പറയുന്നില്ല. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം വയർ ഹെയർ ബാൻഡിലേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് എൻഡിൽ ഇങ്ങനെ എൻഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കോപ്പർ വയറാണ് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുത്തിടുന്നു, പക്ഷേ അതെന്തോ സേവ് ആയിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞത്. ഇതേപോലെ കോപ്പർ വയർ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതേപോലെ കുറച്ച് സമയം നന്നായി മുറുകി നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പീസ് ഗ്ലിറ്റർ ട്യൂബ് ഇതിലേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. 4 mm കോപ്പർ വയറാണ് കേട്ടോ ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം നന്നായി മുറുക്കി കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേ രീതിയിൽ വെച്ചിട്ട് നന്നായി മുറുക്കി കെട്ടിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. കോപ്പർ വയർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളകി കളിക്കും കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട്, അതുപോലെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് 2 സൈഡിലും നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് റെഡിയാക്കിയതിന് ശേഷം എൻഡ് ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം ഈ കോപ്പർ വയറിൽ കോർത്തിട്ടുള്ള ഗ്ലിറ്റർ ട്യൂബില്ലേ, അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 8000 ഗ്ലൂ ആണ്. അത് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 8000 ഗ്ലൂ ഒക്കെ ആകുമ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ ഒട്ടാൻ വേണ്ടിയിട്ട്. മറ്റേ ഗ്ലൂ ഗണ്ണ് പോലെ പെട്ടെന്ന് ഒട്ടില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ 8000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇളകാതെ നല്ല രീതിയിൽ തന്നെ നിൽക്കും കേട്ടോ.
ഇതിൻ്റെ ഗ്ലിറ്ററൊന്നും അങ്ങനെ പോവുമൊന്നുമില്ല കേട്ടോ, അതൊന്നും പേടിക്കണ്ട. എന്നിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ടോയ്സാണ് ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടിയും ഞാൻ 8000 ഗ്ലൂ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു ടോയ്സ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ഗ്ലിറ്റർ ട്യൂബ് ഹെയർ ബാൻഡും റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ 8000 ഗ്ലൂ ഒക്കെ നന്നായി ഒട്ടിയിട്ടുണ്ട് ടോയ്സുമ്മലൊക്കെ. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ? വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇനി കാണിക്കാൻ പോകുന്നത് അലിഗേറ്റർ ക്ലിപ്പിലാണ്. അതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഗ്ലിറ്റർ ട്യൂബ് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലിറ്റർ ട്യൂബ് ഒട്ടിച്ചതിന് ശേഷം നന്നായി പ്രസ് ചെയ്യണം കേട്ടോ. അതിനുശേഷം എൻഡിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ടോയ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കി വന്ന കുറച്ച് ഭാഗമുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലും പിന്നെ ഗ്ലിറ്റർ ട്യൂബ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ 3 എണ്ണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെയർ ബാൻഡാണിത്. ഇത് നല്ല വിലയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്